ഹലോ, ധനീസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് ഒട്ടും തന്നെ ഉഴുന്നൊന്നും ചേർക്കാതെ ഒരു ദോശയും ഇതുവരെ ആരും ഉണ്ടാക്കാത്ത രീതിയിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ആദ്യം തന്നെ ഞാനിവിടെ പച്ചരി ഞാൻ അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയൊരു ഗ്ലാസ്സിലാണ് അളന്നെടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട് പച്ചരി. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചൗവരിയാണ് എടുത്തിരിക്കുന്നത്. സാബുദാന എന്ന് പറയും, ചൗവരി എന്ന് പറയും. ഇതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മെഷർമെൻറ്റ് കപ്പ് വേണമെന്നൊന്നുമില്ല. നമ്മൾ അളന്നെടുത്ത ഗ്ലാസ്സിൽ തന്നെ കണ്ടില്ലേ, 1/4 കപ്പോളം ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. ഇത്രയേ വേണ്ടുള്ളൂ. ഇതില്ലെങ്കിൽ നമുക്ക് അവിൽ ചേർക്കാം. 1/4 കപ്പിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ അവിൽ ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്തിട്ടുണ്ട്. ചെറുപയറാണ് കേട്ടോ. ഇത് ചെറുപയർ 1/4 കപ്പോളം തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ട്, അതായത് 1/4 ഗ്ലാസ്സോളം. ഇത്രേ വേണ്ടുള്ളൂ. ഇത് ഞാൻ 4 മണിക്കൂർ മുന്നെയാണ് കേട്ടോ ഇത് കുതിർത്താൻ വേണ്ടി വെക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഇനി നന്നായിട്ട് കഴുകിയതിന് ശേഷം 4 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ ഇതുപോലെ കുതിർത്താൻ വെക്കുവാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്താൽ മാത്രമേ ഈ ഒരു കളർ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുക. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞു നല്ലോണം ഈ ചെറുപയറൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. ഒട്ടും തന്നെ ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിൽ ഉലുവയും ചെറുപയറൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് സാധാരണ നമ്മൾ ദോശയ്ക്ക് അരിയൊക്കെ അരയ്ക്കുന്ന അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. പകുതി മാത്രം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് അതേ വെള്ളം തന്നെയാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത് വരുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുക. ഇത് നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ രണ്ടാമത്തെ കുറച്ചും കൂടെ ബാക്കി ഇരിപ്പുണ്ട്. ഇനി ഞാനിവിടെ 1/2 കപ്പോളം ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ വെക്കുന്ന ബ്രൗൺ റൈസാണ്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 സ്പൂണോളം ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അരയ്ക്കാനുള്ള ബാക്കി അരി വെള്ളത്തിലിട്ടതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇത്രയും മാത്രമാണ് ചേർത്തിട്ടുള്ളൂ കേട്ടോ. നമുക്കിതിൽ ഉഴുന്നൊന്നും ഒട്ടും തന്നെ വേണ്ട. അപ്പോൾ കുറച്ച് വെള്ളം മാത്രമേ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാവൂ. അത് അരഞ്ഞ് വന്നോളും. അപ്പോൾ അത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടാണ്. അത് നമ്മളിതിലേക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നാലാണ് നല്ലോണം പുളിച്ച് കുറച്ച് പൊങ്ങി വരുള്ളൂ. ഇനി അടച്ച് വെച്ചതിന് ശേഷം ഒരു രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിറ്റേ ദിവസം നമ്മൾ കാലത്ത് ഇത് തുറന്ന് വരുമ്പോൾ നല്ലോണം പുളിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതിനൊരു ചെറിയൊരു ഓഫ് കളറാണ് ഉണ്ടാവുക. നമ്മളിതിൽ ഗ്രീൻ കളറിലുള്ള ചെറുപയറല്ലേ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മാവിൻ്റെ ആ ഒരു കളർ ഉണ്ടാവില്ല കേട്ടോ. അപ്പം നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാവ് ശരിക്കും നമ്മൾ ഉഴുന്ന് ചേർത്ത് എങ്ങനെയാണോ അരച്ച് വയ്ക്കുക അതുപോലെ തന്നെയാണ് ഈ ഒരു മാവ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഉഴുന്ന് ഒട്ടും തന്നെ ചേർക്കാതെ നമ്മൾക്കിതുപോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ദോശമാവ് ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ചൗവരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് കുറച്ച് അവിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു മാവ്. ഈ ഒരു രീതിയിലാണ് ഇരിക്കുക. ഇത് നമ്മൾക്ക് ചെറുപയറിൻ്റെ ടേസ്റ്റ് ഒന്നും തന്നെ വരില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. ഒട്ടും തന്നെ ഉഴുന്ന് പരിപ്പ് ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ദോശമാവ്. ഇനി ദോശത്തവ നമുക്ക് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് എണ്ണ തടവി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം രീതിയിലാണ്. ഒത്തിരി പരത്തി കൊടുക്കരുത്. നമ്മൾ തട്ടിൽക്കുട്ട് ദോശയില്ലേ, തട്ടുകട ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ. എന്നാലാണ് ഇതിങ്ങനെ ഫ്ലഫി ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് 1 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ. നല്ലോണം ഇങ്ങനെ ഹോളുള്ള നല്ല സോഫ്റ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനും വളരെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ദോശ ഇടയ്ക്ക് ഉണ്ടാക്കാറ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഉഴുന്ന് ചേർക്കാത്ത നല്ല തട്ടുകട ദോശ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആക്കിയിട്ട് സാധാരണ നമ്മളിങ്ങനെ ക്രിസ്പി ദോശ ഉണ്ടാക്കില്ലേ, നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ നമ്മൾക്ക് ഇതേ ബാറ്റർ വെച്ച് ദോശ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇതേ ബാറ്റർ തന്നെ ഉപയോഗിച്ച് നമുക്ക് മസാല ദോശയും ഉണ്ടാക്കിയെടുക്കാം. വെള്ളയപ്പ ചട്ടിയിൽ
ഒഴിച്ചും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്കങ്ങനെ രുചി വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ ദോശ ഇതാ 2-3 തരത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ദോശമാവാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിയായിട്ട് ഞാനിവിടെ മല്ലിയില 2 പിടി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 എരിവുള്ള പച്ചമുളക്, പിന്നെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അരമുറി തേങ്ങ കുറച്ച് വലിയ തേങ്ങയായിരുന്നു. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പലർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയുള്ളൊരു സാധനമാണ് ചീര. 2 തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിതിൽ ചീരയും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ചീരയുടെ മണമൊന്നും ഉണ്ടാവില്ല, ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇല മാത്രമാണ് നമ്മളിതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഞാൻ മിക്കവാറും കുട്ടികളൊക്കെ ഇതുപോലെ സ്കൂളിലൊക്കെ ടിഫിനായിട്ട് ദോശയും ചട്നിയൊക്കെ കൊടുത്തു വിടേണ്ടി വരുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ചട്നിയിൽ ഇതുപോലെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മാത്രമേ എടുക്കാവൂ, കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു പച്ചമണമുണ്ട്. അപ്പോൾ ഇത്രയും ഇല ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. രുചിയും മണമൊന്നും ഒട്ടും കുറഞ്ഞു പോവാതെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ചട്നിയാണ് കേട്ടോ ഗ്രീൻ ചട്നി. ഇതിനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്നതിലും ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി തേങ്ങ ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങ കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇതിൽ അരച്ചെടുക്കാൻ വേണ്ടി നമ്മൾ 1/2 സ്പൂൺ ഉപ്പും വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. ദോശയ്ക്ക് നമുക്ക് കുറച്ച് കറി ആവശ്യമായതുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്ത് വരാം. അപ്പോൾ അരച്ചെടുത്ത് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ അതാ ചീര ഇല ചേർത്ത് നല്ല അടിപൊളി ചട്നിയാണ് കേട്ടോ. മല്ലിയില ചട്നിയാണെന്ന് മാത്രമേ തോന്നുള്ളൂ, ചീരയില അരച്ച് ചേർത്തൊന്നും അറിയില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ചിടാം. ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം കടുകും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 1/2 സ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. ചെറിയ ജീരകം ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 3 വറ്റൽമുളക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചെറിയ ജീരകം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ നമ്മുടെ ചട്നിക്ക്. ഇനി ഇതിലേക്ക് 1 പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചട്നി ഉണ്ടല്ലോ, ഗ്രീൻ ചട്നി, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് ചട്നി ഒഴിച്ചതിന് ശേഷം ഒത്തിരി ഇങ്ങനെ തിളയ്ക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതാ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ലോ ഫ്ലെയിമിലിടണം കേട്ടോ. നമുക്ക് ഈ തേങ്ങ ഉണ്ടല്ലോ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഒരു പക്ഷേ നമുക്കിത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിടാം കേട്ടോ. ചട്നിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.